കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻ ഭാസുരാംഗനെ കോടതി ജാമ്യം നിഷേധിച്ചു. എൻ ഭാസുരാംഗന്റെയും മകൻ അഖിൽജിത്തിന്റെയും ജാമ്യാപേക്ഷകൾ കല്ലൂർ PMLA കോടതി തള്ളി. കേസിൽ 1ഉം 2ഉം പ്രതികളാണ് എൻ ഭാസുരാംഗനും മകനും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എന്ത് കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കോടതി വീണ്ടും ഭാസുരാംഗന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്? വിനീഷ്, പ്രധാനമായും ഈ കേസിലുള്ള പങ്കാളിത്തം ഒപ്പം തന്നെ ഉന്നത രാഷ്ട്രീയ സ്വാധീനങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എൻ ഭാസുരാംഗന്റെയും ഒപ്പം തന്നെ മകൻ രണ്ടാം പ്രതിയായിട്ടുള്ള അഖിൽജിത്തിന്റെയും ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഇരുവരുടെയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. മാത്രമല്ല, ഭാസുരാംഗൻ തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചിരുന്നു. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഹൃദ്രോഗം നിരന്തരമായി അതുകൊണ്ട് തന്നെ ചികിത്സ നടത്തുന്ന ആളാണ്. മാത്രമല്ല, റിമാൻഡിൽ കഴിയുകയും ഹൃദ്രോഗബാധയുണ്ടായി ചികിത്സ നടത്തേണ്ടി വന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഭാസുരാംഗൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ കുറ്റകൃത്യത്തിന്റെ ഒരു പങ്കാളിത്തം ഒപ്പം തന്നെ അതിന്റെ ഒരു വലിയ തോതിലുള്ള കുറ്റകൃത്യമാണ്. നിരവധി ആളുകൾക്ക് പണം നഷ്ടപ്പെട്ട ഒരു സംഭവമാണ് എന്നതുകൊണ്ട് തന്നെയാണ് കോടതി രണ്ടുപേർക്കും ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. മാത്രമല്ല, കേസിൽ 200 കോടിയോളം രൂപയുടെ ക്രമക്കേടാണ് അന്വേഷണ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, അന്വേഷണം തുടരുകയാണ് എന്നും ഉന്നതരായ നിരവധി ആളുകളാണ് ഇനി അന്വേഷണ പരിധിയിൽ ഉള്ളത് എന്ന കാര്യവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 1ആം പ്രതി എൻ ഭാസുരാംഗന്റെയും 2ആം പ്രതി അഖിൽജിത്തിന്റെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത്. കണ്ടല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രധാന പ്രതിയായ ഭാസുരാംഗന്റെയും മകന്റെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളായിരുന്നു കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ നൽകിയത്.